ആയിരം ആശകൾ എന്ന പടത്തിൻ്റെ റിവ്യൂ ആണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ജയറാമിനെ ശരിക്കും പറഞ്ഞ ഒരു പുളിമ കെട്ടിയിട്ടിട്ട് അന്തിമം 4 പെടപടയ്ക്കണം. എന്തിനാണെന്നറിയാം, വെറുതെ ഇത്രയും നല്ല മലയാള ഫീൽഡിൽ നമ്മൾ വളർത്തി വലുതാക്കിയ ജയറാം തമിഴിലും പോയി, തെലുങ്കിലും പോയി, കന്നഡത്തിലൊക്കെ പോയി തിത്തിരീശ പോകുന്ന ഊള റോളിൽ അഭിനയിച്ചിട്ട് മനുഷ്യനുള്ള വില കളയാൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ട? സിനിമ ഇല്ലെങ്കിൽ ചുരുണ്ടുകൂടി വീട്ടിലിരുന്നൂടെ? ആ പാർവതിയോട് കൊച്ചു വർത്താനം പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ പോയിട്ട് അവരിങ്ങനെ കാശ് കിട്ടിയതൊന്നും പോരെ? അപ്പോൾ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നല്ലൊരു നടന ജയറാം ഇവിടെ ഈ മലയാള സിനിമയിൽ പെട്ടെന്ന് അങ്ങോട്ട് മാറി. ഇപ്പോൾ ജയറാമിൻ്റെ നല്ലൊരു തിരിച്ചറിവാണ്. അതുപോലെ തന്നെ ജയറാമിൻ്റെ മകൻ്റെയും അച്ഛനും മകനായിട്ട് നമുക്ക് ഈ പടത്തിനെ കുറിച്ച് നമ്മൾ വലിയൊരു ഇതൊന്നും വിചാരിച്ച് നിങ്ങൾ പോകരുത്. നമുക്കിപ്പോൾ ഇപ്പം ഇറങ്ങുന്ന ഊളപ്പടങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആദ്യാവസാനം ബോറടിക്കാതെ ഇരുന്ന് കാണാൻ പറ്റിയൊരു സിനിമ. അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയറാമിൻ്റെ പഴയ പടത്തിലത്തെ ഒരു ആ പാട്ടിൻ്റെ ഡാൻസും കാര്യങ്ങളും മാത്രം കണ്ടാൽ മതി, നമ്മൾ കൊടുത്ത കാശ് മുതലാകും. അപ്പോൾ അത് നമുക്ക് എൻ്റർടൈൻമെൻറ്റാണ് വേണ്ടത്. പിന്നെ ആശാ ശരത്തിന് അതിൽ പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായില്ല, അഭിനയിക്കാനുള്ള റോളൊന്നും ഇല്ല. എന്നിരുന്നാലും ആശാ ശരത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാളിദാസന് നന്നായിട്ട് ഇത്രയും നാളായിട്ട് ഞാൻ കാളിദാസൻ്റെ പടങ്ങളും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല മെച്യൂറായിട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ജയറാമിൻ്റെ മകൻ എന്നുള്ള നിലയിലേക്ക് ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ജയറാം തന്നെ എന്നെ തകർത്തു. ജയറാം തന്നെ അച്ഛൻ തന്നെ നല്ല നടൻ എന്ന് പറഞ്ഞ പോലെ ജയറാം നല്ല നടനാണ്. നിങ്ങളേതായാലും സിനിമ ഹോട്ടലിൽ വരുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത വളരെ നല്ല എല്ലാ കുടുംബ പ്രേക്ഷകർക്കും കാണാൻ പറ്റാവുന്ന രീതിയിലാണ് ആ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഒരു സത്യൻ അന്തിക്കാട് സ്റ്റൈലിലുള്ള ഒരു സിനിമ. അപ്പോൾ അതുകൊണ്ട് സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലതാണ്. അത് നമുക്ക് ബോറടിക്കില്ല. അതുപോലെ തന്നെ അതിൽ നല്ലൊരു കണ്ടൻ്റ് ഉണ്ട്. ആ കണ്ടൻറ്റ് വളരെ ഭംഗിയായിട്ട് അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ സീൻ, ക്ലൈമാക്സ്, ഒരു പടത്തിൻ്റെ ക്ലൈമാക്സാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് മനസ്സിൽ നിൽക്കും. നമ്മളറിയാണ്ട് കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീര് പൊടിയും. അത്ര നല്ല ക്ലൈമാക്സാണ് ഇതിൻ്റെ കൊണ്ടുവച്ചിരിക്കുന്നത്. അവിടെയാണ് അതിൻ്റെ പടത്തിൻ്റെ ടോട്ടലാലിറ്റി നമ്മൾ അവിടെയാണ് കാണുന്നത്. പിന്നെ ഇതിന് കൂടുതൽ കഥകളും കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നത്, നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ളവരാണ്. നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പടം കാണാൻ പോയി, നമുക്ക് ഇഷ്ടപ്പെട്ടു, അത് നിങ്ങളോട് പറഞ്ഞു, അത്ര തന്നെ. മോശമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോശം തന്നെ നമ്മൾ പറയും. ആ കാശിന് വല്ല മസാല ദോശ തിന്നാൽ മതി എന്ന് പറയും. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല പടം, പോയി കണ്ടോളൂ.